ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ആദ്യം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്നാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് കൂടിയായിട്ട് ഈ ഒരു വീഡിയോനെ കണക്കാക്കാവുന്നതാണ്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് കോമണേഴ്സിന്റെ ഓഡീഷനും സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ ഓഡീഷൻ ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ അഗ്നിപരീക്ഷ എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പിട്ട ഈ പറയുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യം. ഓഗസ്റ്റ് മാസം അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം തുടങ്ങുന്ന ഫസ്റ്റ് വീക്കിലായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോകുന്നതെന്നാണ് ഇപ്പൊ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് നാളുകളായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. വീഡിയോസ് നമ്മൾ ചെയ്യാതിരുന്നത് ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ പറയുന്ന പോലെ വീഡിയോസ് ചെയ്ത് എന്താണ് ഒത്തിരി വീഡിയോസ് ഇങ്ങനെ നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് കിട്ടുമ്പോൾ അത് ചെയ്ത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറ്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ലോഞ്ചിങ് ഈ പറയുന്ന ഓഗസ്റ്റ് മാസം അവസാന വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം തുടങ്ങുമ്പോൾ ഫസ്റ്റ് വീക്കിലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിനടുത്തതായിട്ട് അതിനു മുമ്പായിട്ട് ഈ പറയുന്ന അഗ്നിപരീക്ഷയൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു 15 കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം 30ഓളം വരുന്ന കണ്ടസ്റ്റൻസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഈ പറയുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഈ ഒരു സീസൺ 8 ഇതിനു മുമ്പുള്ള സീസണുകളിലും വിളിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ പേരുകളൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു 15 കണ്ടസ്റ്റൻസിന്റെ പേര് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കിച്ചു സുധി എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ്, അതായത് നമ്മുടെ കൊല്ലം സുധിച്ചേട്ടന്റെ മകനായിട്ടുള്ള രാഹുൽ ദാസിനെ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനടുത്തതായിട്ട് രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള മെഹർ. പുള്ളിക്കാരത്തിനെയും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് JP ആണ്, ഗോവിന്ദ് പത്മസൂര്യ. പുള്ളിക്കാരൻ നമുക്കറിയാം സിനിമകളിൽ അഭിനയിക്കാറുണ്ട്, റിയാലിറ്റി ഷോകളിൽ ആങ്കർ ആയിട്ട് വരാറുണ്ട്. അപ്പൊ എന്തെങ്കിലും തന്നെ JP ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനടുത്തതായിട്ട് നാലാമത്തെ പേര് പറയുന്നത് M4ടെക് യൂട്യൂബ് ചാനലിന്റെ അഡ്മിൻ ആയിട്ടുള്ള ജിയോ ജോസഫ്. ഈ പറയുന്ന പോലെ കുക്ക് വിത്ത് കോമഡിയിലൊക്കെ ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഏഷ്യാനെറ്റിന്റെ ഭാഗമായിട്ടുള്ള കുക്ക് വിത്ത് കോമഡിയിൽ വരുന്ന പല വ്യക്തികളും ഈ പറയുന്ന സീസണിലേക്ക്, ഈ പറയുന്ന ബിഗ് ബോസിന്റെ സീസണിലേക്ക് മത്സരാർത്ഥികളായിട്ട് വരാറൊക്കെ ഉണ്ട്. അപ്പൊ ജിയോ ജോസഫിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. ഇതിനടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് ഡെയിൻ ഡേവിസ്. ഒത്തിരി പ്രോഗ്രാമുകളിലും ഒത്തിരി സീരിയലുകളിലും ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാമുകളിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഉടൻപണത്തിലൂടെയാണ് ഡെയിൻ വരുന്നത്. അപ്പൊ ഡെയിൻ ഡേവിസിനെയും വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനടുത്തതായിട്ട് ആറാമത്തെ പേര് ഞാൻ പറയുന്നത് ഫ്ലവേഴ്സ് TVയിൽ ഈ പറയുന്ന സ്റ്റാർ മാജിക്കിന്റെ ആങ്കറും യൂട്യൂബറുമായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്, വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പല വീഡിയോസും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടായിരുന്നു. ഇതിനടുത്തതായിട്ട് ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് അശ്വിൻ വിജയൻ. നമ്മുടെ ഈ പറയുന്ന ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അശ്വിൻ വിജയനും ഈ പറയുന്ന പോലെ ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരനും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനടുത്തതായിട്ട് എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ടുള്ള ശിവാംഗി. ശിവാംഗിയുടെ ഒത്തിരി ഇന്റർവ്യൂസ് ഒക്കെ കേരളത്തിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശിവാംഗിയെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനടുത്തതായിട്ട് ഒമ്പതാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ബീന ആന്റണി. ഏഷ്യാനെറ്റിൽ ഒരു സീനിയർ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ബീന ആന്റണി ഈ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്, വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനടുത്തതായിട്ട് പത്താമത്തെ പേര് പറയുന്നത് ഒരു സീനിയർ ആക്ടർ ആയിട്ടുള്ള ബിജു സൗബാനം. ഉപ്പുമുളകിലൂടെ ബാലു എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഒത്തിരി ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ബിജു സൗബാനവും വരാനായിട്ട് സാധ്യതയുണ്ട്.
ദെൻ അടുത്തതായിട്ട് 11ാമത്തെ പേര് ഞാൻ പറയുന്നത് സിദ്ധാർത്ഥ് പ്രഭു ആണ്. ഉപ്പുമുളകിലും തട്ടിമുട്ടിയിലൊക്കെ ആക്റ്റീവായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. സിദ്ധാർത്ഥ് പ്രഭുവിനെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനടുത്തതായിട്ട് 12ാമത്തെ പേര് പറയുന്നത് ഒരു മൂവി ആക്ടർ ആയിട്ടുള്ള റോഷൻ ബഷീർ. പുള്ളിക്കാരനെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 13ാമത്തെ പേര് പറയുന്നത് ആക്ട്രസ് ആയിട്ടുള്ള അഞ്ജലി നായരാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ NDA സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്ന് ചക്ക ചക്ക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വൈറലായിട്ടുള്ള വ്യക്തിയാണ്. അഞ്ജലി നായരിനെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 14ാമത്തെ പേര് പറയുന്നത് LGBTQIA കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജാസി. ഈ പ്രാവശ്യമെങ്കിലും ബിഗ് ബോസിൽ വരും എന്നാണ് തോന്നുന്നത്. ഈ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ ബിഗ് ബോസ് വരുന്ന സമയത്ത് ജാസി എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും അവസാനം വരെ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് 15ാമത്തെ പേര് ഏറ്റവും അവസാനം പറയുന്നത് ഈ പറയുന്ന രാഹുൽ ഈശ്വർ. സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിലും രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്ന രാഹുൽ ഈശ്വറിനെ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും പേരുകളാണ് ഈ പറയുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റ് പാർട്ട് 2 എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ വീഡിയോന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ചധികം സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ചേർത്തിട്ടാണ് നമ്മൾ പാർട്ട് 1 വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് പോയി കാണുക. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം കോമണേഴ്സിന്റെ ഓഡീഷൻ ബന്ധപ്പെട്ട് വരുന്നതാണ്. കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അഗ്നിപരീക്ഷയിലേക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങി. പലർക്കും ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പലരെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 200 പേരെയോളം വീഡിയോസ് കണ്ടിട്ട് വിളിക്കും. ഈ ഒരു വീഡിയോന്റെ അടിസ്ഥാനത്തിൽ 200 പേരെ വിളിച്ച് അതിൽ നിന്ന് 100 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ബിഗ് ബോസിനും എൻ്റെ മോളിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 45 വീഡിയോസ് ആയിരിക്കും. 45 വീഡിയോസ് ഇട്ട വ്യക്തികളെ ആയിരിക്കും ഈ ഒരു അഗ്നിപരീക്ഷ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലും 3 പേരെ ജഡ്ജസും സെലക്ട് ചെയ്തിട്ട് മൊത്തം 6 കോമണേഴ്സ് ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഇപ്പൊ കിട്ടുന്ന അപ്ഡേറ്റ്. അപ്പൊ കോമണേഴ്സ് ഓഡീഷൻ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് അവസാനിക്കും. അതിനുശേഷം അഗ്നിപരീക്ഷയുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നതായിരിക്കും. ഈ വരുന്ന ഓണത്തിന് മുമ്പായിട്ട് എന്തായാലും അഗ്നിപരീക്ഷയൊക്കെ അവസാനിച്ച് ഓണം അവസാനിച്ചതിന് ശേഷം ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാനായിട്ടാണ് സാധ്യത കാണുന്നത്. അഗ്നിപരീക്ഷ അവസാനിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച താഴെയുള്ള ഗ്യാപ്പേ വരുള്ളൂ സീസൺ തമ്മിൽ. അപ്പൊ അഗ്നിപരീക്ഷ അവസാനിക്കുന്നു, ഒരാഴ്ചക്ക് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം സെലിബ്രിറ്റി ഓഡീഷൻ ആണ്. സെലിബ്രിറ്റീസിനെ ഓൾറെഡി ഒത്തിരി പേരെ ഇപ്പോൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഒരുപാട് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെ ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിന്റെയും ഒക്കെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഇതിനു മുമ്പുള്ള സീസണുകളിൽ വിളിച്ചിട്ട് സെലക്ട് ആവാതെ പോയ ഒത്തിരി പേരെ വീണ്ടും വിളിക്കാനായിട്ടും ഇന്റർവ്യൂ ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. ഇവരെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണെന്ന് തോന്നുന്നവരെ ആയിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 സെലിബ്രിറ്റീസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് ആയിരിക്കും ഈ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിന്റെ തീം എന്ന് പറയുന്നത്. ഏകദേശം 10ഓളം വരുന്ന കോമണേഴ്സും ഉണ്ടാവും, 10ഓളം വരുന്ന സെലിബ്രിറ്റീസും ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കോമണേഴ്സ് ഗ്രൂപ്പും ഒരു സെലിബ്രിറ്റി ഗ്രൂപ്പും തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് ഈ പറയുന്ന പോലെ അഗ്നിപരീക്ഷയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം ഓണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അഗ്നിപരീക്ഷ അവസാനിക്കുന്നതായിരിക്കും. ഓണത്തിന് ശേഷം ബിഗ് ബോസും തുടങ്ങുന്നതായിരിക്കും. അഗ്നിപരീക്ഷ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ കാണുന്നൊരു തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്ക് ആയിരിക്കും. ഏകദേശം 15 എപ്പിസോഡുകളാണ് അഗ്നിപരീക്ഷയിൽ വരുന്നത്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 15-ാം തീയതി അഗ്നിപരീക്ഷ അവസാനിക്കും. അതിനുശേഷം ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഏകദേശം ഓണത്തിന് ശേഷമായിട്ട് നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഗ്രാൻഡ് ലോഞ്ചിങ്ങും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസ് ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരാവുന്നതാണ്. ഒത്തിരി പേര് ഓഡീഷൻ എങ്ങനെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓഡീഷന് വിളിച്ചില്ല ഇനി വിളിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കാനായിട്ട് സാധ്യതയൊക്കെ ഉണ്ട്. ഇനിയും ഈ പറയുന്ന അവർക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുകളെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഓഡീഷൻ കോൾ വരുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഈ ഒരു അഗ്നിപരീക്ഷ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 മറ്റ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്